കിരാത എന്ന സിനിമയിലെ വളരെ പ്രത്യേകത എന്ന് പറഞ്ഞ ഒരു താരമാണ് നമ്മളോടുള്ള ഇയാൻ അല്ലെ. എന്താണ് ഇയാന്റെ റോൾ? എന്താണ് ഈ സിനിമയില്? ആദ്യമായിട്ടാണോ ആദ്യമായിട്ടാണ്? എങ്ങനെയാണ് ഈ ഒരു ക്യാരക്ടറിലേക്ക് എങ്ങനെ എത്തിയത്? ഈ സിനിമയിലേക്ക് എങ്ങനെ വന്നു? അത് ശരി. അപ്പൊ അച്ഛൻ്റെ അടുത്ത് ചാൻസ് ചോദിച്ചോ ഞാൻ സിനിമ ചെയ്യാന്ന് പറഞ്ഞപ്പോ? അതോ അച്ഛൻ ഇങ്ങോട്ട് വന്നു മോനെ അഭിനയിപ്പിച്ചോ? എങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നു? അപ്പൊ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്? ഇപ്പൊ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? സിക്സ്ത്തില്. ഇതുവരെ അവിടെ സ്കൂളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ ഇതുപോലെ ഡ്രാമയോ? അപ്പൊ അച്ഛൻ പറഞ്ഞു ഇതില് അഭിനയിക്കണമെന്ന് പറഞ്ഞു, സമ്മതം മൂളി. എത്ര ദിവസം ഉണ്ടായിരുന്നു ഷൂട്ടൊക്കെ? പേടിയുണ്ടായിരുന്നോ? ഫസ്റ്റ് ടൈം ചെറിയ പേടിയുണ്ടായിരുന്നു, പിന്നെ മാറി. ഇതാണല്ലേ ഈ പോസ്റ്ററിൽ കാണുന്ന മാല തന്നെയല്ലേ? അപ്പൊ എന്താണ് ഇതിന്റെ ഈ ഒരു എന്തെങ്കിലും പറയാനുണ്ടോ ഈ സിനിമയെ കുറിച്ച്? എന്താണ് ഇതിലെ ക്യാരക്ടർ? പഠിക്കുന്ന ക്യാരക്ടറാണ്. അങ്ങനെയല്ല, ഭയങ്കരമായിട്ട് അഭിനയിക്കാനുണ്ടോ? അങ്ങനെയൊന്നുമില്ല, ചെറിയ റോള്. അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ചെയ്തു. വഴക്ക് പറഞ്ഞു? തെറ്റിച്ചിട്ടൊന്നുമില്ല. ഒരു ഇടയ്ക്ക് 2 ടേക്കൊക്കെ വരും, അത്രേ ഉള്ളൂ. എന്താ ക്യാരക്ടറിന്റെ പേരെന്താ? പ്രണവ്. ഇതില് എന്താ ആരൊക്കെ ആയിട്ടാണ് കൂടുതൽ കോമ്പിനേഷൻ സീൻസ് ഉള്ളത്? ഇതില് കുറെ ന്യൂ കമേഴ്സ് ഉണ്ട്, കുറെ ചേട്ടന്മാര് ചേച്ചിമാരൊക്കെ ഉണ്ടല്ലോ. ആരൊക്കെ ആയിട്ട്? പിന്നെ എന്റെ ഒരു കസിൻ ഉണ്ട്. എന്താണ് ആദ്യത്തെ ദിവസം ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ഡേ അഭിനയിച്ച ആദ്യമായിട്ടല്ല അഭിനയിക്കുന്നത്. ആദ്യ ദിവസം എന്തായിരുന്നു ആദ്യത്തെ സീൻ? ഡയലോഗൊക്കെ ഉണ്ടോ? ഞാൻ ഡയലോഗൊക്കെ അച്ഛൻ മുമ്പേ പറഞ്ഞു പഠിച്ചതാണോ അതോ അവിടെ വെച്ചിട്ട് ലൊക്കേഷനിൽ വെച്ചിട്ടാണോ ഡയലോഗ് പറഞ്ഞത്? പഠിച്ചത് ചിലതൊക്കെ പറഞ്ഞു തരും. ഇപ്പൊ നേരത്തെ പഠിച്ചിട്ട് ചിലത് പറഞ്ഞു തരുമായിരുന്നു, പഠിച്ചിട്ട്. ഓക്കെ എല്ലാം ഓക്കെ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ ലൊക്കേഷനിൽ? ഇല്ല, കാര്യം സിനിമ എന്ന് പറയുമ്പോൾ നമ്മള് കുറെ ചിലപ്പോ രാത്രിയൊക്കെ പോവില്ലോ, കുറെ സമയത്തൊക്കെ പോവില്ലോ. അങ്ങനെ എന്തെങ്കിലും? രാവിലെയാണ്. രാത്രി അഭിനയിക്കേണ്ടി വന്നില്ല? ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല? അത് കാരണം ഹാപ്പി ആയിരുന്നു. അച്ഛൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ കണ്ടിട്ട്? ഡയറക്ടർ എന്ന രീതിയിൽ അല്ല, എന്നാലും നന്നായിട്ടുണ്ടെന്നോ ഒക്കെ പറഞ്ഞോ? അത് പിന്നെ ഇടയ്ക്ക് സീനൊക്കെ മാറ്റി പുതിയ സീനാടി. എന്തായിരുന്നു കാരണം? ലൊക്കേഷൻ ഈ സ്യൂട്ട് ആയിട്ടില്ല, അതുകൊണ്ട് ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. പിന്നെ അത് മാറ്റി പിന്നെ ഷൂട്ട് ചെയ്തു. നല്ല ഹാപ്പിയാണ്. സ്കൂളിലൊക്കെ എന്ത് പറഞ്ഞു കഴിഞ്ഞിട്ട്? അവരൊക്കെ ഫ്രണ്ട്സ് ഒക്കെ കാണാൻ വന്നിരുന്നു ഷൂട്ടൊക്കെ? വീടിന്റെ അടുത്തായിട്ടല്ലേ, ഇടയ്ക്ക് എറണാകുളത്തൊക്കെ പോയി. വീടിന്റെ അടുത്തായിട്ട് അവരൊന്നും അവിടെ ഇല്ലായിരുന്നു ടൈമിലില്ലായിരുന്നു. എന്നാലും ഇത്രയും ആൾക്കാരുടെ കൂടെ എത്ര ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കല്ലേ ലൊക്കേഷനിൽ? അപ്പൊ അത് കാരണം ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു? വലിയ ആൾക്കാരൊന്നും ഇല്ല, നമ്മുടെ വീടിന്റെ ചുറ്റുപാടും പരിചയക്കാർ തന്നെയായിരുന്നു, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇതില് അഭിനയിച്ച ദിവസങ്ങളിൽ ഏറ്റവും എൻജോയ് ചെയ്ത എന്തെങ്കിലും ഒരു സീൻ ഓർമ്മയിലുള്ള ഒരു സീൻ? അതായത് ഏതെങ്കിലും സീൻ ചെയ്തപ്പോ പ്രത്യേകമായിട്ട് ഭയങ്കര ഇഷ്ടം ആര് ആരടിക്കുന്നു? അടിക്കുന്നുണ്ടോ? അപ്പൊ ക്യാരക്ടർ കുഴപ്പക്കാരനാണ്. പഠിക്കാത്തതിന് വെറുതെ വടി വെച്ചിട്ട് അടിക്കുന്നത്. ശരിക്കും അടി കൊണ്ടോ? അതെത്ര ടേക്ക് പോയി? ശരിക്കും അടി കൊണ്ടു? കുഴപ്പമില്ല, വേദനിച്ചോ? ഇങ്ങനെ വെറുതെ ഒരു ചെറിയ കമ്പെടുത്ത് ഇങ്ങനെ അത്രേ ഉള്ളൂ. പിന്നെ എങ്ങനെയാ ഇനി അഭിനയിക്കും? ഇനിയും കിട്ടുമെങ്കിൽ അഭിനയിക്കും. അത് പുറത്തുള്ള ആക്ടേഴ്സിനൊക്കെ സിനിമയിൽ അഭിനയിക്കോ അതോ കുടുംബ വീട്ടിലെ സിനിമകൾ മാത്രമേ ചെയ്യുള്ളൂ? ഇനിയിപ്പോ എന്നാ തിയേറ്ററിലൊക്കെ പോട്ടെ? 23 പോണം. സ്കൂള് 2-ാം തീയതി തുറക്കും, ജനുവരി 2-ാം തീയതി. ഇനിയിപ്പോ കുറെ സിനിമകളിൽ അഭിനയിക്കാൻ വിളിച്ചാൽ എന്ത് ചെയ്യും? സ്കൂള് കട്ട് ചെയ്യേണ്ടി വരില്ലേ? വിടുവോ? അച്ഛനമ്മയ്ക്ക് വിടുവോ? സ്കൂൾ കട്ട് ചെയ്തിട്ട് പോവും? വിട്ടില്ലെങ്കിലും പോവും? എന്താണ് ഓഡിയൻസിന് ആദ്യത്തെ സിനിമയല്ലേ, പ്രേക്ഷകരോട് എന്താ പറയാ? പരമാവധി സപ്പോർട്ട് ചെയ്യണം. പിന്നെ സിനിമ എല്ലാവരും പോയി കാണും.